വണ്ടി ഉപയോഗിക്കുന്നവർക്ക് ഗുണമുള്ള ഒരു 2-3 കാര്യങ്ങൾ. ഈ ബാറ്ററിയുടെ ടെർമിനൽ ടൈറ്റ് ചെയ്ത് വെക്കുന്ന കാര്യം. ഈ ബാറ്ററിയുടെ ടെർമിനൽ ഒരുപാട് പേര് ഓവർ ടൈറ്റ് ചെയ്ത് വെക്കാറുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ബാറ്ററിയുടെ ടെർമിനൽ ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് വയ്ക്കരുത്. ഈ വണ്ടി ഓടിക്കുന്നവർക്ക് തന്നെ ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ബാറ്ററിയുടെ ടെർമിനൽ ഒന്ന് ഇച്ചിരി ബലം പിടിച്ച് ഒന്ന് തിരിച്ച് ഊരിയെടുക്കാൻ പാകത്തിന് വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കണം. എന്ന് വെച്ചുകൊണ്ട് ഞാൻ ലൂസാക്കി വെക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, ഓവർ ടൈറ്റ് ചെയ്യരുത്. പലർക്കും വേറൊരു ധാരണയുണ്ട്, ഈ ബാറ്ററിയുടെ വയറ് തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും, അങ്ങനെ ഒരു ധാരണയൊക്കെ ഉണ്ട് കേട്ടോ. ബാറ്ററിയുടെ വയറുകൾ തൊട്ട് കഴിഞ്ഞാൽ ടെർമിനൽ തൊട്ടാലും ഒരു കാരണം വെച്ചാലും ഷോക്ക് അടിക്കില്ല. പിന്നെ ഒരു എമർജൻസി വന്നു കഴിഞ്ഞിട്ട് ബാറ്ററിയുടെ വയറ് വിടിയിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും എർത്ത് വയർ വേണം വിടിയിക്കാൻ. അതായത് പ്ലസ് അല്ല മൈനസ് വേണം വിടിയിക്കാൻ. ഈ പ്ലസ് ചാടി പിടിച്ച് വിടിയിക്കരുത്. പ്ലസ് വിടിയിക്കാന്ന് വെച്ചാൽ ഈ പ്ലസ്സിൽ നിന്ന് ബോഡിയിലേക്ക് ഇങ്ങോട്ടോ തൊട്ട് കഴിഞ്ഞാൽ സ്പാർക്ക് അടിക്കും. അതുകൊണ്ട് എന്തുകൊണ്ടും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ എർത്ത് വയർ ആദ്യം അങ്ങ് വിടിച്ച് മാറ്റുക. എർത്ത് വയർ വിടിച്ച് മാറ്റി കഴിഞ്ഞാൽ തന്നെ പ്രശ്നം സോൾവ് ആവും. വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് കിടക്കണമെങ്കിൽ കാര്യമില്ല കേട്ടോ. വണ്ടി ഓഫായി കിടക്കണമെങ്കിൽ എർത്ത് വയർ വിടിച്ചിട്ട് കഴിഞ്ഞാൽ സേഫ് ആയിരിക്കും കേട്ടോ. പലരും എഞ്ചിൻ ഓയിലിൻ്റെ ക്യാപ്പ് തുറന്നിട്ട് കൂളൻ്റ് ഫില്ല് ചെയ്യുന്നവരുണ്ട്, കൂളൻ്റിൻ്റെ ക്യാപ്പ് തുറന്നിട്ട് എഞ്ചിൻ ഓയിൽ ഫില്ല് ചെയ്യുന്നവരുണ്ട്. നമ്മൾ ഈ വണ്ടി ഓടിക്കുന്ന എല്ലാവരും തന്നെ ഏതിൽ എന്തൊക്കെ ഫില്ല് ചെയ്യണമെന്ന് ഒന്ന് അറിഞ്ഞിരിക്കണം. ബ്രേക്ക് ഫ്ലൂയിഡ് ഇവിടെ ആയിരിക്കും. ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ടോപ്പിൽ .3 .4 എഴുതിയിട്ടുണ്ടാവും. എഞ്ചിൻ ഓയിലിൻ്റെ ക്യാപ്പിൽ എന്തുകൊണ്ട് തന്നെ എഞ്ചിൻ ഓയിൽ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും. അതേമാതിരി റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് ഏകദേശം ഈ ഒരു രീതിയിലായിരിക്കും വരിക. അപ്പം ചില വണ്ടികളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ റേഡിയേറ്റർ ക്യാപ്പ് വരിക. റിസർവ് ടാങ്ക് റേഡിയേറ്റർ ക്യാപ്പ് ഒരുമിച്ചായിരിക്കും കേട്ടോ. വണ്ടി ഓടിക്കുന്ന എല്ലാവരും ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ക്യാപ്പുകൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് ഇതിനകത്ത് ഫില്ല് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ വീഡിയോ കണ്ടതിന് ശേഷം വേറെ ആർക്കും ഇങ്ങനെ ഒരു അബദ്ധം പറ്റരുത്. വർക്ക്ഷോപ്പിലേക്ക് ഒരുപാട് കേസ് വരാറുണ്ട്. എഞ്ചിൻ ഓയിലിലേക്ക് വെള്ളം ഒഴിച്ചു, കൂളൻ്റ് ഒഴിച്ചു പക്ഷേ നിറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കേസുകൾ വർക്ക്ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും ഒരിക്കലും പറ്റാതെ നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വന്തം വണ്ടിയുടെ എഞ്ചിൻ റൂം തുറന്നിട്ട് ഏതൊക്കെ ക്യാപ്പുകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ താല്പര്യമുള്ളവർ വർക്ക്ഷോപ്പിൽ കൊടുക്കുമ്പോൾ അത് കണ്ട് മനസ്സിലാക്കി വെക്കണം. ഞാനിതൊരു ഉദാഹരണമാണ് കാണിച്ചത്. പല വണ്ടികളിലും ഓരോ ക്യാപ്പുകളും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അറിയാൻ താല്പര്യമുള്ളവർ എന്തുകൊണ്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ.